ശ്യാം, അച്ഛൻ പറയുന്നത് ഇതിനു മുൻപും ഇതുപോലെ വളരെ ക്രൂരമായി കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്, നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ്. ആ പരാതിയുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്? അതിനുശേഷം ഈ പരാതി ലഭ്യമായ ശേഷം എന്താണ് ചെയ്തത്? കൗൺസിലിംഗ് പോലെ എന്തെങ്കിലും നൽകുകയോ മറ്റോ ചെയ്തിരുന്നോ ഈ സന്ധ്യയ്ക്ക്? ചേട്ടാ, ഇങ്ങനെ ഒരു പരാതി നേരത്തെ കൊടുത്ത സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും കൗൺസിലിങ്ങോ മറ്റോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും ഈ ചേച്ചിക്ക് കൊടുത്തിരുന്നോ? കൗൺസിലിംഗ് കൊടുത്തായിരുന്നു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാനും പോയി, ഞാൻ ആ പൈസയൊക്കെ മുടക്കി. അപ്പോൾ ഞാനും പോയി. അവർ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാണ് അവർ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നു, സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് 2 കൗൺസിലിങ്ങിന് അവരിന്ന് മാത്രമേ പോയി. അപ്പോൾ ആ ഡോക്ടറിനോട് പറഞ്ഞായിരുന്നു ഒരു ബുദ്ധി പരിശോധന നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അതും അവർ നടത്തിയെന്നും പറഞ്ഞിട്ടാണ്. അപ്പം ഇവിടെ അവർ ഒരു സുപ്രഭാതത്തിലും കൊണ്ടുവരുത്. അപ്പോൾ അന്നേരമാണ് അനിയൻപുള്ളി പറഞ്ഞത് ഇത് എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി, അച്ഛനൊന്നും വന്നൊന്നുമില്ല, ചേച്ചിയും അമ്മയും കൂടെ വന്നത്. അപ്പം അന്നേരമാണ് അനിയൻപുള്ളി പറഞ്ഞു അത് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിർത്തി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ അവൾ പറഞ്ഞു പിള്ളേർ വിട്ട് അവൾ പോകില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ നിന്നോട്ടെ എന്ന് ഞാനാ പറഞ്ഞത്. അങ്ങനെ നിർത്തിയതാ. ഇപ്പം അത് കാരണം എനിക്ക് ഇവരാരും അടുത്തൊരു മറുപടിയും പറയാൻ പറ്റൂല, ഒന്നിനും പറ്റാത്ത. ഡോക്ടർ പറഞ്ഞ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് ചെറിയ ബുദ്ധി പരിശോധന നടത്തണമെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അത് നടത്തിയായിരുന്നു. അതിന്റെ റിസൾട്ട് എന്റെ കൊണ്ട് തന്നിട്ടുണ്ട് അവര്. പക്ഷെ അതിനകത്ത് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞത് അവര് തന്നെയാണ് പറഞ്ഞത്. നമുക്ക് നേരത്തെ അരുൺ ശങ്കർ സന്ധ്യയുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭർത്താവിന്റെ വീട്ടിൽ പല കാര്യങ്ങളിൽ നിന്നും സന്ധ്യയെ മാറ്റി നിർത്തിയിരുന്നു. അതായത് സന്ധ്യയ്ക്ക് ആ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഒരു പക്വത ഇല്ലാത്തതായി അവർ കണ്ടെത്തിയിരുന്നു, പലതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. വീട്ടുജോലികൾ, കുഞ്ഞിന്റെ കാര്യങ്ങൾ പോലും നോക്കാൻ ഒരു പ്രാപ്തി ഉണ്ടായിരുന്നില്ല എന്നത് അമ്മയും സമ്മതിക്കുന്നുണ്ട്. അവക്ക് അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ ഫുഡ് മേടിക്കുകയോ ചെയ്താലോ അവക്ക് ഇവിടെ കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ പിള്ളേരോട് ചോദിച്ചറിയാം. ഇനി പിള്ളേരെന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ചെറുക്കനോട് ചോദിച്ചറിയാം. ഇവിടെ എന്തെങ്കിലും സാധനം അവർക്ക് കൊടുക്കാതെ അവർ കഴിക്കുകയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു നോക്കിയാനോട്. ഞാനിവിടെ ഇല്ലാത്തപ്പോൾ അനിയൻപുള്ളി ഇവിടെ വന്ന് കിടക്കാറ്, ഇവരോട് ഒറ്റ കിടക്കണല്ലോ എന്നും പറഞ്ഞു. അതേപോലെ അവരെല്ലാ കാര്യങ്ങളും ചെയ്യണതാ. പിള്ളേർക്കുള്ള A to Z സാധനങ്ങളും കാര്യങ്ങളും എല്ലാവരും മേടിച്ചു കൊടുക്കും. അവർക്ക് അവിടെ എന്ത് മേടിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ഇവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ കറിക്ക് മേടിക്കാൻ ഇപ്പോൾ ആളില്ലോ, അതൊക്കെ അവർ മേടിച്ചു കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്ക് അവർ അവിടെ നിന്ന് പറഞ്ഞനുസരിച്ച് ഇവള് ചെയ്യുള്ളൂ. അതിനകത്ത് അച്ഛനും ചേട്ടനും ഡീസൻ്റാണ്. അച്ഛനൊക്കെ എപ്പോഴും എതിരാണ് ഇവളോട്. എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു പിള്ളേരില്ലാണ്ട് അവിടെ ചെന്നാൽ പോലും അച്ഛൻ പറയും പിള്ളേരില്ലാണ്ട് വരരുത്, അങ്ങനെ അച്ഛൻ എപ്പോഴും പറയും. പക്ഷെ അവർ രണ്ടുപേരും ഇത് പറഞ്ഞു, അമ്മയും ചേച്ചി അവർ പറഞ്ഞനുസരിച്ച് വിളിച്ചു ചെയ്യൂ. ഇത് അവരുടെ പ്രേരണ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ ഞാൻ പറയണു എൻ്റെ കൊച്ചിനെ അവൾ വെള്ളത്തിൽ വെറുതെ എടുത്തിട്ട് ആവില്ല എന്ന് ഞാൻ പറയണു. ഇവരുടെ വീട്ടിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സംഭവം ഉണ്ടായതിന് ശേഷം എടുത്തിട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്.